ഞാൻ ശങ്കരനാ, PC. അത് ശരി. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ നിന്നും അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. അവളെ കൊണ്ടുവന്ന് ആംബുലൻസ് തട്ടിയെടുത്ത് നേരെ ഗോഡൌണിലെത്തിക്കണം. അപ്പൊ കൂടെയുള്ള പോലീസുകാർ എന്ത് ചെയ്യണം? അവർക്കോ ഉമ്മ കൊടുത്തേരെ. ഇടിയെ ആംബുലൻസ്. മുത്തു, മിടുക്കന്മാർ, കൊലക്കി. ഡോക്ടർ, എന്നെ രക്ഷിക്കൂ ഡോക്ടർ. എന്റെ ദൈവമേ, ആരെ തട്ടിക്കൊണ്ട് വരാനാണോ പറഞ്ഞേ? എന്തോ കളിയാണ്. ഇനി ഈ കൊലപാതകം കൂടി ഞങ്ങൾ അതിലാവും മുതലാളി. മോശം. ഈ കഴുത തൂക്കത്തിപ്പോ கழுதையா? உன் அப்பன் தான் கழுதை. டாய் அறிவு கட்ட முண்டம், மாங்கா தலையா, நான் யார் நினைச்சேன்? உங்க பார்த்து தானே என்னை காரால இடித்து விட்டேன். அடிடா, தைரியம் இருந்த அடி. நான் எம்ஜிஆர் ரஜினிகாந்த் படம் பார்க்கும் உடம்படா உரியடா, உண்டா மோகரி அடி. എങ്ങനെയുണ്ട് ഡോക്ടർ? മയക്കം തെളിഞ്ഞാൽ പെയിൻ വീണ്ടും വന്നേക്കാം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. എന്റെ ഗുരുവായൂരപ്പ. എനിവേ, പേഷ്യന്റിനെ ഇങ്ങോട്ട് മാറ്റിയ വിവരം വളരെ രഹസ്യമായിരിക്കണം. ഓക്കെ 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 ഓക്കെ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു വന്നാൽ ഒളിത്താവളത്തിൽ നിന്നും അവൻ പുറത്തു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വഴി നോക്കാം. സാർ, എന്റെ അഭിപ്രായത്തിൽ ഷരാബ്. നിന്റെ അഭിപ്രായം ഇവിടെ ആര് ചോദിച്ചു? തല ഇരിക്കുമ്പോ വാലാടണ്ട, പേവക്കൂ. ഓഹോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ശരി ശരി. ആരാ സാർ? ഡിവൈഎസ്പി ബഷീറ. ഇന്നലെ MG റോഡിലെ ഒരു വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് ഒരാൾ മോഷണം നടത്തിയിരുന്നു. യുവമാരെയൊക്കെ. യെസ്, ഹലോ സർ. ഐ ആം വിശ്വനാഥ്, സൂപ്പർഡന്റ് ഓഫ് പോലീസ്, ബോംബെ. ശ്രീകണ്ഠൻ നായർ. സോറി, ഇരിക്കൂ. താങ്ക് യു. ബാലേന്ദ്രൻ, താപ്പ ഫയലും എടുത്തോണ്ട് വരൂ. ഏത് ഫയലും? ഫയലും ഭാഗത്തിലൊന്നുമല്ല, പോലീസ് വേഷത്തിൽ വന്നിരിക്കുന്ന കള്ളനാണിവൻ. അവന് സംശയം തോന്നിക്കരുത്. പിറകെ പോയി പിടിക്കേ. ഞാൻ ഫയൽ എടുത്തിട്ട് വരാം. ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അനങ്ങിപ്പോയത് കൊന്നുകളഞ്ഞാൽ. നോൺസെൻസ്. എന്താ സത്യം പറ, ആരാ നീ? എന്താ അതിന്റെ ഉദ്ദേശം? സാർ, ഞാൻ ഈ റോഡിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയത് ഇവൻ തന്നെയാണ് സാറേ. എടാ, കള്ളനാണെന്ന് എങ്ങനെ പിടികിട്ടുന്നായിരിക്കും? ബോംബെയിൽ നിന്ന് ഒറിജിനൽ SP വിശ്വനാഥൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ഇട്ടാണ് പോയത്. ഒറിജിനൽ വിശ്വനാഥോ? ഞാനാണ് വിശ്വനാഥ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ബ്രീഫ് കേസ് നോക്കണം. എന്റെ ഐഡന്റിറ്റി കാർഡ് ഡിപ്പാർട്ട്മെന്റ് ഓതറൈസേഷൻ ഇതിനകത്തുണ്ട്. കാക്കി കുപ്പായിട്ടിട്ട് കോമാളി വേഷം കെട്ട നീ. കാക്കി കുപ്പായിട്ടിട്ട് അരി മേടിക്കുന്നവരാടാ ഞങ്ങള്. നിന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. I am sorry. It's all right. സോറി. ഇതാരെ? തിരിച്ചറിഞ്ഞവർ പറഞ്ഞുകൊടുത്ത അടയാളങ്ങൾ വെച്ച് എക്സ്പെർട്സ് വരച്ചെടുത്ത പെരേരയുടെ ചിത്രങ്ങളാണ്. My God. അപ്പൊ SP വിശ്വനാഥനായി വേഷം കെട്ടി ഇവിടെ വന്നത് പെരേരയാ? എന്റെ ഗുരുവായൂരപ്പ, ഇത് സാർ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ?
നടന്ന ഭാഗമല്ലേ അത്. പേടിക്കാനൊന്നുമില്ല, ഇങ്ങോട്ട് പോരി. നമുക്ക് ഈ പ്രേതത്തിലും ജപ്തിയിലും പിശാചിലും ഒരു പേടിയുമില്ല. കാരണം കയ്യിൽ പാവം നഴ്സമ്മ വല്ലാതെ പേടിച്ചു. പോയ കാര്യം എന്തായി? പോലീസ് പഴയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കാം. പോലീസുകാര് നാൻസി ശരിക്കും ഉപദ്രവിച്ചാണോ അല്ലേ? അസുഖം എങ്ങനെയുണ്ട്? തൽക്കാലം പേടിക്കാനൊന്നുമില്ല, പക്ഷെ എത്ര പെട്ടെന്ന് അവിടെ മാറ്റി പറ്റൂ. മറ്റന്നാളാണ് ഓപ്പറേഷൻ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാവും. ആശുപത്രിയിൽ പോലീസ് ആളുണ്ട്. എങ്ങനെയെങ്കിലും നാൻസി അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാനമായിരിക്കും. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ചിലപ്പോ മേഴ്സിയുടെ സഹായം നമുക്ക് വേണ്ടി വന്നേക്കും. ഞാൻ എന്താ ചെയ്യണ്ടേ? പറയാം. സാർ പറഞ്ഞിട്ട് വന്നല്ലേ? ഉണ്ണിത്താ സാർ? അതെ. വേഗം കുടിക്കുള്ളൂ. അതാ റെഡി. നാൻസിനെ ബാത്റൂമിലേക്ക് മാറ്റി. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. റിസ്ക് എടുക്കണ്ട, മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തേക്കൂ. Come on, cook. നമ്മൾ 5 മിനിറ്റ് വൈകിപ്പോയി. പെരേരയുടെയും ബെന്നിയുടെ ആൾക്കാർ അവളെ കൊണ്ടുപോവുക. ഇതാ മറ്റേ പെരേരയുടെ ആൾക്കാരാ. ജീവൻ പോയാലും ശരി, ഇവൾ അവരുടെ കയ്യിലാകപ്പെടാൻ പാടില്ല. എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഹോസ്പിറ്റലിലേക്ക്. ഓഹോ, വെരി ഷുവർ. ഓതറൈസേഷൻ ഇത് ചോദിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരാ. എവിടെ നിങ്ങളുടെ ഓതറൈസേഷൻ? മൂവ് ബാക്ക്, ബാക്കിലോട്ട്. ആ മരുந்துക്ക് എന്നാ കശപ്പ്.
எப்படி നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവയ്ക്കോ. കഴിഞ്ഞാലൊരിക്കും സർ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. ധൈര്യമായി നിങ്ങൾ ഈ കുട്ടിയെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. CI ബാലേന്ദ്രനായി പറയണേ. ഈ കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളെ തടയാൻ വരുന്നവരുടെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. പതുക്കെ ഞാനിവിടെ ഉണ്ടോ. അതൊന്നും വേണ്ടെന്ന് ഇനി താൻ കേറി കേറി അടച്ചോ. അങ്ങോട്ട് നിൽക്കൂ. കേറി നിക്കപ്പാ. താങ്ക് യു സാർ. നീ എവിടേക്കാ ആസ്പത്രി പോണേ? എനിക്ക് പോവാൻ നീ പോണം. കൊല്ലി ഞാൻ. സാർ വരാം. Don't move. Don't move. Stop there.
വെരി ഗുഡ്. നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇനി കുറച്ച് ദിവസത്തേക്ക് അധികം സ്ട്രെയിൻ ചെയ്യാതിരുന്നാൽ മതി. പ്ലീസ് ടേക്ക് കെയർ ഓഫ്. യെസ് ഡോക്ടർ. ചിപ്പിച്ചായൻ കരയരുത്. ഇച്ചാൻ സന്തോഷത്തോടെ പോണത്. ബെന്നി, നാൻസിക്ക് ഞാനുണ്ട്. വിഷമിക്കണ്ട. പെരേരയെ പിടിക്കാൻ സഹായിച്ചതുകൂടി കണക്കിലെടുത്ത് ഒരു ചെറിയ ശിക്ഷ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അതെ, കുസൃതി കാണിച്ച അച്ഛനമ്മമാരും മക്കളെ ശിക്ഷിക്കാറില്ലേ, അതുപോലെ ചെറിയൊരു ശിക്ഷ. മുരുക, എനിക്ക് എന്റെ ജോലി തിരിച്ചു കിട്ടി, ദാറ്റ് ടു വിത്ത് പ്രൊമോഷൻ. പിന്നെ സ്വാമിയുടെ മനസ്സ് പറയുന്നു, ജോസിക്ക് അധികകാലം ജയിലിലെ സാപ്പാട് കഴിക്കേണ്ടി വരില്ല. തിരുപ്പതി വെങ്കടേശ്വരൻ അനുഗ്രഹിക്കും. ദാ. ആ.